നമുക്കൊരു നല്ലൊരു സൽവാർ സെറ്റ് കണ്ടാലോ? ഒരു വെറൈറ്റി അല്ലേ ഇത്? ഇതുണ്ടോ, നല്ലൊരു ബ്രിക്ക് റെഡ് ഷെയ്ഡിൽ യോക്ക് പോർഷനിൽ കട്ട് വർക്ക് ആൻഡ് എംബ്രോയ്ഡറി വർക്ക് നല്ല ഒതുങ്ങി കിടക്കുന്ന ഒരു മെറ്റീരിയലിലാട്ടോ ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ദുപ്പട്ട എന്ന് പറയുന്നത് രണ്ട് സൈഡിലും കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും. നമ്മൾ സാധാ കാണുന്ന ഒരു ടൈപ്പേ അല്ല, ഒരു വെറൈറ്റി തന്നെ. കാരണം നല്ല ലെങ്ത്തും വിഡ്ത്തും എല്ലാം ഉള്ള ഒരു മെറ്റീരിയൽ. അതുപോലെ ദുപ്പട്ടയ്ക്കായാലും രണ്ട് സൈഡിലും കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വന്നിരിക്കുക. അതുപോലെ സ്കാറ്റേർഡായിട്ടും എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നുമുണ്ട്. പിന്നെ ഇതിൻ്റെ ബോട്ടം എന്ന് പറയുന്നത് സെമി സാന്തോണിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. പക്ഷെ നല്ലൊരു മെറ്റീരിയലുമാണ്. ഇതിൻ്റെ റേറ്റ് വരിക 1545 ആണ്. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാം നല്ല ഷെയ്ഡ്സ്. നല്ലൊരു പിങ്ക്, പിന്നെ ഒരു വയലറ്റ് ഷെയ്ഡ്, ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡ്. ഇത്രയും ഷെയ്ഡ്സാണ് ഇതിൽ വന്നിരിക്കുന്നത്. നല്ല ഒതുങ്ങി കിടക്കുന്ന ഒരു മെറ്റീരിയലാണ്. നമുക്ക് വാഷ് ചെയ്യാം. ഡെയിലി വെയറായിട്ടും പാർട്ടി വെയറായിട്ടും എല്ലാം യൂസ് ചെയ്യാം. ഇതൊരു സെമി ടെസറിൽ വന്നിരിക്കുന്ന ഒരു മെറ്റീരിയലാട്ടോ. സെൽഫായിട്ടുള്ള ടോപ്പ് ബോട്ടം എല്ലാം സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്നു. ഇതിൻ്റെ യോക്ക് പോർഷനിൽ കട്ട് വർക്ക് എംബ്രോയ്ഡറി വർക്ക് അങ്ങനെയാണ് വരിക. നല്ല ലെങ്ത്തും വിഡ്ത്തും എല്ലാം ഉള്ളൊരു മെറ്റീരിയലുമാണ്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട എന്ന് പറഞ്ഞാൽ സ്കാറ്റേർഡായിട്ട് എംബ്രോയ്ഡറി വർക്ക് ഇങ്ങനെയാണ് ഇത് വരിക. കണ്ടോ, ഫുള്ള് ഇതൊരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിലാട്ടോ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബോട്ടം സ്ലബ് സിൽക്കിലാണ് വന്നിരിക്കുന്നത്. റേറ്റ് വരിക 1545. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ്, ബ്ലൂ, നല്ലൊരു ബ്ലൂ ഷെയ്ഡ്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ഈ കളറിൽ മാത്രം വരുന്ന മാറ്റമുള്ളൂ. ഒരു മെറൂൺ ഷെയ്ഡ്, അതുപോലെ തന്നെ നല്ലൊരു വയലറ്റ് ഷെയ്ഡിലേക്കും വരും. ഇപ്പോൾ വയലറ്റ് ഷെയ്ഡിൻ്റെ ഒരു ട്രെൻഡ് തന്നെയാണല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഏതൊരു കളക്ഷനിലായാലും ഇതും വരുന്നുണ്ട്.